ആ പൂജ്യമാണ് ഇന്നും അറബികൾ ഉപയോഗിക്കുന്നത്. ബ്രഹ്മഗുപ്തന്റെ ഡോട്ടാണ് പൂജ്യത്തിന് ഉപയോഗിക്കുന്നത്. ആ സ്ക്വയർ ബ്രഹ്മഗുപ്തന്റെ ഡോട്ട്. അപ്പൊ ഞാനീ പറയുന്നത് ചിന്തകളുടെ പാരസ്പര്യങ്ങള്, കൊള്ളക്കൊടുക്കുകളൊക്കെ അൽജിബ്ര അൽ മുക്കാബല. അൽജിബ്ര എന്ന് പറയുന്നത് അറബിക് വാക്ക. അൽജിബ്ര, അൽഗോരിതം, ആൽക്കഹോൾ, ചാരായം കണ്ടുപിടിച്ച് 2 ഇസ്ലാമിക പണ്ഡിതന്മാരാ. ഞാൻ പറയില്ല. ആരാ കണ്ടുപിടിച്ചത്? അൽകിണ്ടി അൽ റാസി. ലോക വൈദ്യശാസ്ത്രത്തെ, ആധുനിക അലോപ്പതി മെഡിസിനെ നയിച്ച ആളാണ് അൽ റാസി. അവര് കണ്ടുപിടിച്ചത് സ്മോൾ അടിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, വൈദ്യശാസ്ത്രത്തിനെതിരെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോളിനെ. അപ്പൊ ഈ ആൽക്കഹോള്, അൽഗോരിതം, അൽജിബ്ര, ഒരുപാട് സംഭവങ്ങൾ. കെമിസ്ട്രി, അൽക്കീമിയ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെ, നമ്മൾ പലതും അറിയുന്നില്ല. ഹൈത്തം ഭ്രാന്തനായിട്ട് അവർ ചിന്തയുടെ ആധിക്യം കൊണ്ട് ശാസ്ത്രത്തിന്റെ, വിജ്ഞാനത്തിന്റെ പുതിയ മണ്ഡലങ്ങളിലേക്ക് നടത്തിയപ്പോഴൊക്കെ അദ്ദേഹം ഒട്ടേറെ സംഭാവന. ഇപ്പൊ ക്യാമറയുടെ ലൈറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് പറയേണ്ട. അദ്ദേഹത്തിന്റെ 1020 അദ്ദേഹം പറഞ്ഞു, സൂര്യൻ 19.5 ഡിഗ്രി ഭൂമിക്ക് താഴെ വരുമ്പോ പ്രത്യേക തരത്തിലുള്ള വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ട്വിലൈറ്റ്. ഞാൻ ഗർഷോമില് ആ സമയമാണ്, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ആ സമയം പിന്നെ ഹൈത്തം പറഞ്ഞ സമയമാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞ ഈ സമയത്താണ് എനിക്ക് വേണ്ടത്. ആ സമയം ഞാൻ തിരഞ്ഞെടുക്കാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് നാസറുദ്ദീൻ എന്ന് പറയുന്ന കഥാപാത്രം അവസാനം വീട് വിട്ട് ഇറങ്ങി ഉമ്മയുടെ പ്രാർത്ഥനയോടുകൂടി പോകുന്ന രംഗാണ്. അപ്പൊ എന്നോട് അതിന്റെ ക്യാമറാമാൻ പറഞ്ഞു, ഈ സമയം പ്രകൃതിയിൽ 20 മിനിറ്റേ ഉള്ളൂ. നിങ്ങളെ സിനിമ ആ സമയത്ത് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ, സണ്ണി ജോസഫായിരുന്നു ക്യാമറ, നിങ്ങൾക്ക് 3 ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരും. ഞാൻ ആ സമയത്തെ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ സമയം തന്നെ എനിക്ക് വേണം. ആ സമയം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു കാലത്തും ഞാൻ മറക്കാത്തൊരു സമയമാണ്. എൻ്റെ പിതാവ് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും പ്രവാസത്തിന് വേണ്ടി ഗുരുവായൂരിലേക്ക് ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നു. ആ ഓർമ്മ ആ സമയമാണ്. സാധാരണ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക സമയമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും വേദന ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ടാണ് നാസറുദ്ദീൻ ആ സമയം തന്നെ പോകണം എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആധുനികമായിട്ട് തന്നെ ആ ഒരു ഹൈത്തം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഒട്ടേറെ ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കെമിസ്ട്രിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗബർ എന്നാണ്. സത്യത്തിൽ ഈ ചെയ്തുള്ള ചതി ചില്ലറല്ല. ഈ ചതി എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ അവരുടെ പേരറ്റ ഏതെങ്കിലും സായിപ്പുമാരെ പേരുകൾ തെറ്റെഴുതിയ അപ്പ തല്ലും. ഈ ആളുകളുടെ പേര് മുഴുവൻ തെറ്റിയിട്ട് എഴുതിയുള്ളത്, ഇംഗ്ലീഷുകാർ മുഴുവൻ തെറ്റിയിട്ട് എഴുതിയുള്ളത്. ഗബർ, ജാബിർ ബിൻ ഹയാം, നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഗബർ, അവറോസ്, ബിനു റഷീദ്, അവസിന്ന, ഇബിന് സിന്ന, അൽറാസി. ജാബിർ ബിൻ ഹയാമിനൊക്കെ ഫാദർ ഓഫ് കെമിസ്ട്രി തന്നെ അവർ പറയുന്നത്. പക്ഷെ ഗബർ എന്നാണ് പറയുന്നത് നമ്മളോട്. അദ്ദേഹമാണ് അൽക്കീമിയ എന്ന വാക്കിൽ നിന്ന് കെമിസ്ട്രി ഉണ്ടാക്കുന്നത്. അദ്ദേഹമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹമാണ് നൈട്രിക് ആസിഡ് കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് അക്കോറിജ കണ്ടുപിടിച്ചത്. 80ാമത്തെ വയസ്സിൽ മോർഗൻ സാഹിബ് പറയുന്നു, 80ാമത്തെ വയസ്സിൽ പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു വീണ് ശരീരത്തിൽ മുഴുവൻ ആസിഡിന്റെ വേർപാടുകളിൽ നിന്ന് തൊലി ഉരിഞ്ഞു പോയി. ഹാറൂൺ അൽ റഷീദിന്റെ പോലീസ് കാവല് നിൽക്കുന്ന ഈ ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഉറവിടം തേടി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ കെമിസ്ട്രിയിലൂടെ എന്ന് അന്വേഷിക്കുകയായിരുന്നു. ആ ആളുകളാണ് സിനിമ ഉണ്ടാക്കാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, ശാസ്ത്രം ഉണ്ടാക്കാൻ പാടില്ല, കെമിസ്ട്രി ഉണ്ടാക്കാൻ. എവിടെ ഉണ്ടോ ഇസ്ലാം? എവിടെയാ? SIOക്കാർ പിള്ളേരിന്റെ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിന് കൊടുന്നു. അവരാകെ പേടിയാ, എങ്ങനെ സിനിമ എടുക്കുക, ഇസ്ലാമിന് വിരുദ്ധാവുമോ? ഇസ്ലാം എവിടെ വിരുദ്ധാവെന്ന് മാനവികതയുടെ ഉയർത്തുന്ന എല്ലാ സംഗതിക്കും ഇസ്ലാം എതിരല്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം പേടിച്ചല്ലോ. വീട്ടിൽ എന്നാൽ എൻ്റെ ഉമ്മ TV കണ്ടങ്ങോട്ട് തിരിഞ്ഞിരിക്കും. കാണില്ല, എൻ്റെ ഉമ്മ കാണില്ല. എൻ്റെ ഉമ്മ സ്കൂളിലൊക്കെ പോയുള്ള ആളാ. എൻ്റെ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം തര സുന്നിയ, ചില്ലറ സുന്നിയല്ല.
API അബൂബക്കർ മുസ്ലിയാർ അങ്ങിരിക്കണം, അതിന്റെ അപ്പുറത്ത് അതിന്റെ പടം. അവിടുന്ന് ഞാൻ ഉണ്ടാവണം, അവിടുന്നാണ് സിനിമ പിടിക്കാൻ പോകുന്നത്. അപ്പൊ സിനിമ നരകത്തിലേക്കുള്ള ഒരു വഴിയാണെന്നാണ്. അതെന്താ കാരണം വെച്ചാൽ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഷെയ്ഖിനോടൊക്കെ പറഞ്ഞു, ഒരു ഇത് സ്റ്റില്ലിടുന്നേ പെണ്ണുങ്ങളെ കൂട്ടാക്കൂല മാധ്യമത്തിൽ പെണ്ണുങ്ങളെ സ്റ്റില്ലൊന്നും ആദ്യം കൊടുത്തിരുന്നില്ല, ഇപ്പൊ കൊടുത്തുന്നുണ്ടോ 1-2 കുഴപ്പമില്ല, മാറുന്നുണ്ട്, നല്ലതന്നെ, നല്ലതാ, മാറുന്നതല്ല. ഇവിടെ ഇപ്പൊ കുട്ടികളൊക്കെ നല്ല ജോറായിട്ട് പ്രസംഗിച്ചു സ്വത്താവകാശത്തെ കുറിച്ച്, ഇത് വലിയ സന്തോഷമായി. ഇവര് ഒരു ജനത എങ്ങനെയാണ് പുതിയ മാനവികതയിലേക്ക് വരുന്നത്? കഴിഞ്ഞ 40 വർഷമായിട്ട് കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം. കുടുങ്ങിപ്പോയിരിക്കുക അവരൊക്കെ, എല്ലാവരും കുടുങ്ങിയിരിക്കുക. ഞാൻ ഇപ്പൊ മനസ്സിലാക്കി, കുടുങ്ങിക്കിടക്കുക. ഈ കുട്ടികളൊന്നും ഇവർ വിചാരിക്കുന്നതിലൊരിയല്ല. ഇവർ ഇന്റർനെറ്റ് കഫേ പോവും, സിനിമ കാണും, ഡാൻസ് കാണും, ഒക്കെ കാണും. എന്താ പ്രശ്നം? 10-ാം നൂറ്റാണ്ടില് ബാഗ്ദാദില് പാട്ട് പാടാൻ തിയേറ്റർ ഉണ്ടായിരുന്നു, കഥ പറയാൻ തിയേറ്റർ ഉണ്ടായിരുന്നു, ഡാൻസിന് തിയേറ്റർ ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? അവിടത്തെ ഒരൊറ്റ ലൈബ്രറി ഷിഫ്റ്റ് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥൻ, ജുഡീഷ്യറി ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജോലി ട്രാൻസ്ഫർ ആയപ്പോ 400 ഒട്ടകം വേണമെന്നാ പറഞ്ഞത് ആ ലൈബ്രറി ചെയ്യാൻ. എന്നിട്ട് ആ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മളെ ആൾക്കാർ. ഈ ആദ്യ ആൾക്കാരോട് എന്ത് പറഞ്ഞ നേരാവാനാ? അപ്പൊ അവരൊക്കെ വിട്ട് മുന്നോട്ട് പോവുക. ലോകത്തിന്റെ മാനവികത നയിച്ച ഒരു മതമായിരുന്നു ഇസ്ലാം. ഇസ്ലാം ഉണ്ടാകുന്ന കാലം, ഞാൻ ഇസ്ലാമിനെ പറയാൻ കാരണം ഇസ്ലാമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകത്തെ ഡിസ്കസ് ചെയ്യുന്നുള്ള മതം എന്ന്